ഈ വീഡിയോയിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ പൊതുവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ടുള്ള ചർച്ച, അതായത് ഇസ്ലാമാബാദ് ടോക്ക്, ഇറാൻ അമേരിക്ക ചർച്ചയിലേക്കുള്ള വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പാകിസ്ഥാനിലേക്കുള്ള യാത്രയിലാണ് അമേരിക്കൻ ടീം. അപ്പോൾ ഇതിനകത്ത് JD വാൻസ് ഉണ്ടെന്നും ഇല്ല എന്നും അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങളൊക്കെ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ അമേരിക്ക സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്, അത് പൊതുവേ ഇൻവെസ്റ്റേഴ്സിന് വരുന്ന ഡൗട്ടാണ്. കാരണം പല സാഹചര്യങ്ങളിലും ഇങ്ങനത്തെ സിറ്റുവേഷൻ അമേരിക്ക അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും കൂടി ഉണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് കാര്യങ്ങൾ നോക്കി കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. പക്ഷേ അസീം മുനീറും ഷഹബാസ് ഷെരീഫും 100% കോൺഫിഡൻസിലാണ്. ഇറാൻ എത്തുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാം റെഡിയാണ്, ജസ്റ്റ് പേപ്പറും കാര്യങ്ങളെല്ലാം റെഡിയാണ്, ഡോക്യുമെന്റ് എല്ലാം ഡ്രാഫ്റ്റഡ് ആണ്, ജസ്റ്റ് ഒന്ന് പോവുക, ഇറാന്റെ പ്രതിനിധികൾ അവിടെ എത്തും, ജസ്റ്റ് വായിച്ചു നോക്കുന്നു, അവർ ഒപ്പിടുന്നു, തീരുന്നു പ്രശ്നം. അത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ട്രംപ്. അതിനെക്കുറിച്ച് പാകിസ്ഥാനടുത്ത് ചോദിക്കുമ്പോഴും പാകിസ്ഥാൻ അതിനെല്ലാം യെസ് 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 എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇവർ രണ്ടുപേരും കൂടി എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്നുള്ളത് പൊതുവിൽ ഒരു മാധ്യമപ്രവർത്തകർക്കും വ്യക്തമല്ല. ശരിക്കും എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. പക്ഷേ ഇറാൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പൊരിഞ്ഞടിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ IRGCക്കുള്ളിൽ തന്നെ വിവിധ ഗ്രൂപ്പുകൾ, ക്ലെറിക്സ് ടീമുകളെല്ലാം തന്നെ ഒരു ഗ്രൂപ്പ്, അതുപോലെ ഈ പൊളിറ്റിക്കൽ സൈഡിലുള്ള ഇലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ തന്നെ ഒരു ഗ്രൂപ്പ് തീവ്ര IRGC നിലപാടും, മറ്റൊരു ഗ്രൂപ്പ് കുറച്ച് മോഡറേറ്റ് ആയിട്ട് ലിബറലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഗാലിബാഫ്, അബ്ബാസ് അരക്ചി പോലത്തെ ആൾക്കാർക്കൊക്കെ ചർച്ചയ്ക്ക് പോകണം എന്നുണ്ട്. കാരണം ഈ ഗാലിബാഫിനെ പോലത്തെ ആൾക്കാർ ഇറാൻ്റെ ഫ്യൂച്ചറാണ് അവർ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇത് ഇറാൻ്റെ ഫ്യൂച്ചറാണ് ഇവർ നോക്കിക്കാണുന്നത് എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ CNN ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പല തുറന്നു പറച്ചിലുകൾ മസൂദ് പെസസ്കിയാൻ നടത്തിയിട്ടുണ്ട്. കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇറാനിനുണ്ടായിരിക്കുന്ന നഷ്ടം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. 250 മുതൽ 300 ബില്യൺ നഷ്ടമാണ് ഈ 40 ദിവസത്തെ യുദ്ധം കൊണ്ട് ഇറാനിൻ്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് എക്കണോമിക് ക്രൈസിസിൽ പൊതുജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ ഉണ്ടായ നഷ്ടവും കൂടി പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതായത് ജനങ്ങളുടെ നീഡ് അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഇറാൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റിന് സാധ്യതയില്ല എന്നാണ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞു വെക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ പുള്ളിക്കാരനെ ആർക്കും അവിടെ വലിയ താല്പര്യമില്ല. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം മസൂദ് പെസസ്കിയാനെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, ഒരു മോഡറേറ്റ് ചിന്താഗതിക്കാരനാണ്. അപ്പോൾ അങ്ങനെ മസൂദ് പെസസ്കിയാൻ ഇപ്പം CNN പറഞ്ഞു വെച്ച വിഷയം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നഷ്ടം ഇറാനുണ്ട്. അപ്പോൾ അത് രണ്ടു കൂട്ടർക്കും യുദ്ധം ഗുണം ചെയ്യുന്നില്ല, അമേരിക്കയ്ക്കും ഗുണം ചെയ്യുന്നില്ല, ഇറാനും ഗുണം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്, ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാം എന്നുള്ളതാണ് മസൂദ് പെസസ്കിയാൻ്റെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ വലിയ രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ റീബിൽഡ് ചെയ്ത് തിരികെ പണിതെടുക്കാൻ വലിയ രീതിയിലുള്ള പണച്ചെലവുണ്ട്. അതായത് സ്കിൽഡ് ലേബറിൽ പ്രശ്നമുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇറാൻ്റെ ഉള്ളിൽ. ശരിക്കും ഇറാൻ്റെ ഉള്ളിലുള്ള സ്റ്റീൽ പ്ലാന്റുകൾ, അവിടുത്തെ പെട്രോ കെമിക്കൽ റിഫൈനറികൾ, അതുപോലെ തന്നെ എയർപോർട്ടുകൾ, നിരവധി എയർക്രാഫ്റ്റുകൾ, ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മെജോറിറ്റി സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്ത് തൊലച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറാൻ്റെ എക്കോണമി ഓൾറെഡി തന്നെ കൂപ്പുകുത്തി കിടക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ട്രംപിൻ്റെ ലാസ്റ്റ് വാർണിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഇനിയൊരു എക്സ്റ്റൻഷൻ ഇല്ല ഇറാൻ എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭീഷണിയാണ് ട്രംപിൻ്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യുദ്ധത്തിനോട് താല്പര്യമില്ല. യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള ഗവൺമെൻറ്റിനോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും എന്നുള്ളത് വളരെ ഓപ്പണായിട്ട് തുറന്നു പറയുകയാണ് മസൂദ് പെസസ്കിയാൻ. ഇതാണ് ഇസ്രായേലിൻ്റെ കോൺഫിഡൻസ്. ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മൾ ഓൾമോസ്റ്റ് എഡ്ജിലെത്തിയിരിക്കുകയാണ്, ഒരു 10-15 ദിവസം കൂടി യുദ്ധം തുടർന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇറാൻ്റെ ഉള്ളിൽ ഒരു റെജീം ചേഞ്ച് തന്നെ വന്നേ. അതാണ് ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ അത് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായില്ല. ആ മൊമെന്റിലാണ് ഈ സീസ് ഫയറും ഈ ചർച്ചയും ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഇടപെടലും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ മസൂദ് പെസസ്കിയാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഒരു യുദ്ധത്തിനോട് താല്പര്യമില്ല. അപ്പോൾ അവർ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചർച്ചയ്ക്ക് വരാൻ വേണ്ടിയിട്ട് 2 ഡിമാൻഡുകൾ. ഒന്നെങ്കിൽ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന കപ്പൽ റിലീസ് ചെയ്യണം. അപ്പോൾ ഒരു
എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി അമേരിക്ക വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ ഒരു 10-70 പേരെ വിളിച്ചുകൊണ്ട് വീണ്ടും ചർച്ചയ്ക്ക് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ബ്ലോക്കേഡ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ഇറാൻ്റെ കപ്പലുകളെ തടയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നടന്നു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് വരാം എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെയും ഈ മൊമെന്റ് വരെ ഇറാൻ്റെ നിലപാട്. 21-ാം തീയതി ശരിക്കും അതായത് ഇന്ന് അമേരിക്കയുടെ ടീം കൃത്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ. അപ്പോൾ അവർ കൃത്യമായിട്ട് ഇറാൻ്റെ ഡെലിഗേറ്റ്സിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്ത് ഉറപ്പ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടാണ് അമേരിക്കൻ ടീമിനെ വിളിച്ച് വരുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അസീം മുനീർ ട്രംപിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് സംസാരിച്ചതായിട്ടും അത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇറാന് വേണ്ടപ്പെട്ട സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇറാൻ്റെ ഷിപ്പുകളെ അറ്റ്ലീസ്റ്റ് ഈ ചർച്ച നടന്ന് തീരുന്നവരെയെങ്കിലും തടയരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് അസീം മുനീർ ട്രംപിൻ്റെ അടുത്ത് ചോദിച്ചതായിട്ടും ട്രംപ് അതിന് ഓക്കെ പറഞ്ഞതായിട്ടും ചില പർട്ടിക്കുലർ ഇറാൻ ഇന്റർനാഷണൽ പോലത്തെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇതൊരു കോൺഫിഡൻഷ്യൽ ഡീലിംഗ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ ഇറാനെ ചർച്ചയിലേക്ക് എത്തിക്കാനുള്ള മാർഗം അതാണ് അവർ തേടുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഇങ്ങനെയുള്ള ചില നീക്കുപോക്കുകളൊക്കെ നടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നത്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് അബ്ബാസ് അറക്ചിയുമായിട്ട് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചിയുമായിട്ട് സംസാരിച്ചതായിട്ടും അബ്ബാസ് അറക്ചി ഒരുപാട് പെൻഡിങ് ഡ്യൂ ഉണ്ട്, നിരവധി വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ഒപ്പീനിയനാണ്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിൽ അബ്ബാസ് അറക്ചി കൺസേൺ പങ്കുവച്ചതായിട്ട് പറയുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ. എന്നാലും ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ വരാൻ തയ്യാറാണ്, പക്ഷേ ഈ 2 കണ്ടീഷൻ ഇത് ഇറാൻ മുന്നോട്ട് വെക്കുന്നതായിട്ടാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പറഞ്ഞു വെക്കുന്നത്. ഇറാൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള എനർജി ക്രൈസിസ് ഉണ്ട്, ആ വാർത്തയും കൂടി വരുന്നുണ്ട്. അമേരിക്കയുമായിട്ട് ഞങ്ങൾക്കുള്ളത് ട്രസ്റ്റ് ബേസ്ഡ് ഇഷ്യൂ ആണ് എന്നാണ് ഗാലിബാഫ് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ ഗാലിബാഫ് പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ് മസൂദ് പെസസ്കിയാനും CNN റിപ്പീറ്റ് ചെയ്തത്. ട്രംപ് പറയുന്നത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് എൻറിച്ച്ഡ് യുറേനിയം അത് കൈമാറുക, ഇനി ഈ ആണവായുധം ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു ശ്രമം അതും നിങ്ങൾ നിർത്തലാക്കുക, ഇത്രയും മതി. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു കണ്ടീഷൻ. ഇത് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ്റെ മേലിലുള്ള എല്ലാ ഉപരോധങ്ങളും എടുത്തു മാറ്റും. അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും. പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരു നെഗോസിയേഷനിലേക്കോ ഒരു എഗ്രിമെൻറ്റിലേക്കോ എത്താം എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം അത് ഇറാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. ഇറാൻ ഏതാണ്ട് ക്ലോസർ ലെവലിൽ എത്തിയിരിക്കുകയാണ്. ആണവായുധം നിർമ്മിക്കാനുള്ള ലാസ്റ്റ് ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇറാൻ. അതുകൊണ്ടാണ് അവർ IAEA അനുവദിക്കാത്തത്. IAEA ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയെ അവർക്ക് വെൽക്കം ചെയ്ത് ഇറാൻ്റെ എല്ലാ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റീസും അവർക്ക് ഓപ്പണായിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ. ആണവായുധം നിർമ്മിക്കാനുള്ള ആ പുറപ്പാടിൽ തന്നെയാണ് അവർ. അപ്പോൾ അതിൽ അവർക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡി സിൽവയൊക്കെ പറയുന്നത് പോലെ അമേരിക്ക ലിബിയയിലും ഇറാഖിലും ഒക്കെ കാണിച്ചതുപോലെ ജസ്റ്റ് ഒരു മിത്താണ്, ആണവായുധമുണ്ടെന്ന് പറഞ്ഞിട്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ സുവനിയർ മീൻസ് ഓയിൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നുള്ള മട്ടിലൊക്കെയാണ് ഇതൊരു മിത്ത് എന്നുള്ള നിലയിൽ ബ്രസീലിയൻ പ്രസിഡന്റ് ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെയല്ല ഇറാൻ്റെ കേസിൽ ഇറാൻ്റെ പക്കൽ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട്, അവർ ആണവായുധം നിർമ്മിക്കാനുള്ള പുറപ്പാടിലുമാണ്. അത് ഏകദേശം ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ വിഷയത്തിൽ തർക്കമൊന്നുമില്ല, അത് ഇറാൻ തന്നെ ഇപ്പം അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇറാൻ അംഗീകരിച്ച സ്ഥിതിക്ക് ഈ ചർച്ച പാളും, അത് ഉറപ്പാണ്. കാരണം ഈ യുറേനിയം എൻറിച്ച്മെന്റ് ആണ് അവിടുത്തെ മെയിൻ സബ്ജക്ട്. ഈ ഡയറക്റ്റ് ആയിട്ട് കോൺട്രാഡിക്റ്റ് ചെയ്യാണ്, അതാണ് ഇറാൻ വരാൻ മടിക്കുന്നത്. എന്തുകൊണ്ട് ഇറാൻ വരാൻ മടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. കാരണം ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് സംസാരിക്കാനാണ് അവിടെ? യുറേനിയം ഞങ്ങൾക്ക് കൈമാറണം, അണുവായുധം ഉണ്ടാക്കരുത്. ഇറാന്റെ നിലപാട് എൻറിച്ച്ഡ് യുറേനിയം നിങ്ങൾക്ക് കൈമാറില്ല, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങൾ ഇനിയും എൻറിച്ച്മെന്റ് നടത്തും. ഇറ്റ് മീൻസ് ആണവായുധം ഞങ്ങൾ ഉണ്ടാക്കും, അതിനെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല എന്നുള്ളത് തുറന്നു പറയുകയാണ് ഇറാൻ. പിന്നെ എന്ത് ചർച്ചയാണ് ഇവിടെ? അപ്പോൾ എന്തായാലും 2 കൂട്ടരും ഒന്ന് ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പിരിയാം. അത് മാത്രമാണ് പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്നത് ഈ 2ാം ഘട്ട ചർച്ചയിൽ. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഇറാൻ ഒരു എക്സ്റ്റൻഷൻ ഇല്ല എന്നും കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. സീസ് ഫയർ എക്സ്റ്റൻഷൻ ഇല്ല, കാരണം അത് മറ്റന്നാൾ അവസാനിക്കുകയാണ്. അതായത് ഓൾറെഡി ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന സീസ് ഫയർ 2 ദിവസത്തിനകം അവസാനിക്കും.
അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റൻഷൻ ഇല്ല എന്നും കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ യുദ്ധം സ്റ്റോപ്പ് ചെയ്യാൻ കിട്ടുന്ന ഒരു ലാസ്റ്റ് പോയിന്റ് ആണ്. അമേരിക്കയ്ക്ക് ആയിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ആയിക്കോട്ടെ, അതേപോലെ ഇറാൻ ആയിക്കോട്ടെ, ഇതൊരു ലാസ്റ്റ് പോയിന്റ് ആണ്. ഈ പോയിന്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും. അതാണ് സിറ്റുവേഷൻ. ഇത് തടയണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഡയറക്റ്റ് നെഗോസിയേഷനിലേക്ക് പോയിട്ട് ഒരു ഫ്ലെക്സിബിൾ ഡീൽ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ തുടരും. UAE-യിൽ 27 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 27 പേരെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവർ ഇറാന്റെ പ്രോക്സികളാണ്. ഇറാന് വേണ്ടിയിട്ട് പണിയെടുത്ത ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 27 പേരെ UAE-യിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കാണിച്ച പരിപാടികൾ എന്താണ്, ഇവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് UAE-യുടെ മീഡിയ കൃത്യമായിട്ടൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ചർ ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കമ്പൈലേഷനിൽ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് ഇവർ ചെയ്ത പ്രവൃത്തി എന്താണെന്നും ഇവർ UAE-യിൽ നിന്നും UAE സർക്കാരിനെതിരെ, UAE ഗവൺമെന്റിനെ എങ്ങനെ അട്ടിമറിക്കാം, അവർക്കെതിരെ എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ ഇവർ UAE-ക്കുള്ളിൽ പ്രവർത്തിച്ചതായിട്ടുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. ആ തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫണ്ട് അയച്ചു കൊടുത്തിരിക്കുന്നത് ഇറാനിൽ നിന്നുമാണ്. അത് പ്രത്യേകിച്ച് ഇറാൻ ഗവൺമെന്റ് നേരിട്ട് തീവ്രവാദം UAE-ക്കുള്ളിൽ നടപ്പിലാക്കുന്നു എന്നുള്ളൊരു ക്ലെയിമാണ് UAE മുന്നോട്ട് വെക്കുന്നത്. ഇറാനിൽ നിന്നും ഖുദ്സ് ഫോഴ്സ് ലീഡറായിട്ടുള്ള ഇസ്മായിൽ ഖാനി, IRGCയുടെ ഇസ്മായിൽ ഖാനി ഇറാഖ് സന്ദർശനം നടത്തിയതിനെ തുടർന്ന് ഇറാഖിൽ പല രീതിയിലുള്ള സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് ലെബനാൻ്റെ ഉള്ളിലേക്കും അതേപോലെ ഇസ്രായേലിനെതിരെയുമുള്ള നിലപാടെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ നമ്മളുടെ 2 വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇറാൻ ഗവൺമെന്റിനും ഇറാന്റെ ഡിഫൻസ് ഫോഴ്സിനും കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് അമേരിക്ക സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇറാന്റെ ഡിഫൻസ് ഫോഴ്സിന് പരമാവധി ആൾക്കാർക്ക് സാലറി കൊടുക്കാനുള്ള ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് അമേരിക്കയാണ്. കാരണം അവർ അമേരിക്കയുടെ ഡിഫൻസ് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പേരിലാണ് കൃത്യമായിട്ട് ഈ ഫണ്ട് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഫണ്ട് ഇപ്പം നിർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാഖിന്റെ ഗവൺമെന്റ് ഇറാൻ മിലീഷ്യ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനം, അതുപോലെ തന്നെ ഇറാനിൽ ഈ മാലിക്കി എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ഇറാനിയൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ അവിടുത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് പുള്ളി വിജയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കംപ്ലീറ്റ് ഇറാൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാഖ് പൂർണ്ണമായിട്ടും ഇറാന്റെ വശത്തോട്ട് മാറുകയാണ്. അപ്പോൾ അത് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അമേരിക്ക കംപ്ലീറ്റ് പൂർണ്ണമായിട്ടുള്ള ഫണ്ടിങ് സിസ്റ്റം നിർത്തിയിരിക്കുകയാണ്. ഇനി ഇറാഖിന് 5 പൈസ കൊടുക്കില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇത് ഇറാഖിനൊരു തിരിച്ചടിയാണ്. ഇനി ഇറാഖിൽ പക്ഷേ ഇറാന്റെ സപ്പോർട്ട് അകമഴിഞ്ഞ് കിട്ടുന്നുവെങ്കിൽ, നല്ല രീതിയിൽ പണം ഇറാൻ കൊടുക്കുന്നുവെങ്കിൽ ഇറാഖ് ഇറാനോടൊപ്പം തന്നെ നിൽക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിന് പുറമെ ടോപ്പ് ലെവലിൽ ഐഡിയോളജി ഉണ്ട്. അപ്പോൾ ഐഡിയോളജിയുമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രാധാന്യം ഐഡിയോളജിക്കാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ഐഡിയോളജിയാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പൈസയ്ക്കാണോ പ്രാധാന്യം, ഐഡിയോളജിക്കാണോ പ്രാധാന്യം എന്നുള്ളതിലുള്ള തീരുമാനം ഇറാഖ് എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ ഇത്. അമേരിക്ക അവരുടെ സൈഡ് വ്യക്തമാക്കി കഴിഞ്ഞു. ലെബനന്റെ ഉള്ളിൽ ഹെസ്ബുള്ള ജോസഫ് ആവോൻ ലെബനൻ ഗവൺമെന്റിന് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ആ വാണിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് നെഗോസിയേഷൻ പാടില്ല, ഇനി ഒരിക്കലും പാടില്ല. ഇസ്രായേലുമായിട്ട് അങ്ങനത്തെ ഒരു നെഗോസിയേഷനേ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെ തുടർന്ന് ഇസ്രായേൽ ലെബനന്റെ ഉള്ളിൽ ആക്രമണം നടത്തി 200-ലധികം ഹെസ്ബുള്ള ഭീകരർ ഇപ്പോൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു വീഡിയോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ബരിയൽ സെറമണി, അതായത് ഹെസ്ബുള്ളകളുടെ സൈഡിൽ മരണപ്പെട്ട ഹെസ്ബുള്ള അംഗങ്ങളുടെ ബരിയൽ സെറമണി ലെബനന്റെ ഉള്ളിൽ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൊതുവിൽ ഈ വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുവെങ്കിലും ഈ ബരിയൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ പുറത്തു വരുമ്പോഴാണ് നമുക്ക് റിയാലിറ്റി മനസ്സിലാകുന്നത്. അത്രമാത്രം ആൾക്കാരുടെ റാലി, മീൻസ് ഈ മൃതശരീരങ്ങളുടെ റാലിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ വീഡിയോ ഫുട്ടേജ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ തുടർന്ന് ശരിക്കും സൗത്ത് ലെബനാൻ ഭാഗത്ത് വീണ്ടും ഇസ്രായേൽ ഇന്നലെ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. സീസ് ഫയർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അറ്റാക്ക് തുടരുകയാണ്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഇറാനിലേക്ക് പോകേണ്ട 27 വെസലുകൾ അമേരിക്ക തടഞ്ഞതായിട്ടുള്ള വാർത്തയും വന്നിട്ടുണ്ട്. അതുപോലെ ഇറാഖ് സ്ഥാപനങ്ങൾക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവരുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഇറാനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു നിലപാട് ഇറാഖ് ഗവൺമെന്റ് എടുത്തതിനെ തുടർന്നാണ് അമേരിക്ക ഇറാഖിന്റെ മേളിൽ നിലപാട് ഘടിപ്പിക്കുന്നത്. അപ്പൊ ഇറാന്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ട്, ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് പോകണം എന്നുകൂടി, അമേരിക്കയുമായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ഡീല് നടപ്പിലാക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ
അതിനെല്ലാം മുകളിലാണ് സെൽഫ് റെസ്പെക്ട്. ഞങ്ങളെ റെസ്പെക്റ്റ് ഇല്ലാത്ത തരത്തിൽ ഡീൽ ചെയ്യുന്ന അമേരിക്ക, അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അമേരിക്കയ്ക്ക് ഇറാന്റെ അടുത്ത് ട്രസ്റ്റ് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇറാൻ അമേരിക്ക ഡീൽ ഇങ്ങനെ ഇഴയുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതേസമയം അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ചാൻസ് ഫോർ ഇറാൻ, ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമാണ്, ഇനി നോ മോർ എക്സ്റ്റൻഷൻ. അപ്പൊ അതുകൊണ്ട് ഈ അവസാനത്തെ അവസരത്തിൽ വേണമെങ്കിൽ ഡീലിൽ ഒപ്പിട്ട് ഈ യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നുള്ളൊരു വാണിംഗ് ആണ് അമേരിക്ക ഇറാന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിവേ ഇപ്പോൾ JD വാൻസ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർ കുറച്ച് കെയർഫുൾ ആയിട്ട് ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അവസാനത്തെ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇതിനകത്ത് 15-ാം തീയതി ഓസ്ട്രേലിയയിൽ ഒരു ഓയിൽ റിഫൈനറി അതേപോലെ തന്നെ ഒരു ഗ്യാസ് പ്ലാന്റ് രണ്ടും ബ്ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട്. അത് ഓസ്ട്രേലിയയിൽ ഏതാണ്ട് 25% എനർജി മേഖലയിൽ ഷോർട്ടേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കണ്ടെത്തലും ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ 16-ാം തീയതി പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ഓയിൽ പൈപ്പ് ലൈൻ പൊട്ടിത്തെറിക്കുകയാണ്. അതിലേതാണ്ട് 8 പേര് കൊല്ലപ്പെട്ടു, 9 പേർക്ക് ഗുരുതരമായ പരിക്ക്. ആ വിഷയത്തിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ റഷ്യക്കുള്ളിൽ ഓയിൽ റിഫൈനറികൾ മാത്രം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ 20 ദിവസം കൊണ്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേതാണ്ട് 50% റഷ്യൻ എനർജി മേഖലയെ ബാധിക്കുന്ന തരത്തിലാണ് ആ അറ്റാക്ക് ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ബ്ലോക്കേഡ് നടത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും എനർജി സപ്ലൈ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇറാന്റെ എണ്ണ വിൽപ്പനയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിലാണെങ്കിലും നിരവധി പെട്രോ കെമിക്കൽ സ്ഥാപനങ്ങൾ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. പൊതുവിൽ ലോകത്ത് ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ എനർജി മേഖലകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ വളരെയധികം നടക്കുന്നുണ്ട്. ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണങ്ങളാണോ ഇല്ലെങ്കിൽ യാദർശികമായിട്ട് നടക്കുന്നതാണോ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുടെ വിലയിരുത്തലിലേക്ക് വിടുകയാണ്. ഞാനിപ്പോൾ ഇത്രയും വിഷയങ്ങളും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ HPCLന്റെ ഒരു പെട്രോ കെമിക്കൽ റിഫൈനറി, അതായത് ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുന്ന റിഫൈനറി, ആ റിഫൈനറി 2 ദിവസത്തിനകത്ത് ഓപ്പൺ ചെയ്യണമായിരുന്നു. ഇത് വലിയൊരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് 2 ദിവസത്തിനകത്ത് ലോഞ്ച് ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു പൊട്ടിത്തെറി. ഇത് ഷോർട്ട് സർക്യൂട്ടാണോ ഇല്ലെങ്കിൽ ആരെങ്കിലും പർപ്പസ്ഫുള്ളി ചെയ്തതാണോ ഇതൊന്നും തന്നെ നമുക്കറിയില്ല. ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം ആരംഭിച്ചിട്ടുണ്ട്. ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ, ഇറാൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറിക്കുന്നത് പോലെ, പാകിസ്ഥാനിൽ പൊട്ടിത്തെറിച്ചതുപോലെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പൊട്ടിത്തെറിച്ചതുപോലെ, ഇങ്ങനെയൊക്കെ നമുക്കിതിനെ കണക്ക് കൂട്ടാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ കൃത്യമായി കണക്ക് കൂട്ടി ആഗോളതലത്തിൽ ഒരു ഗ്രൂപ്പ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് പൊതുവിൽ ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. മൊത്തത്തിൽ ഇതൊന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിഷയങ്ങളൊക്കെ പറഞ്ഞതാണ്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരും. അപ്പോൾ അന്ന് നമ്മൾ ഇത് ഓർമ്മിപ്പിച്ചില്ല എന്ന് വേണ്ട. കാരണം ഇതൊരു സീക്വൻസ് ഓഫ് ഈവൻ്റ് ആയിട്ട് ലോകത്ത് പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ പൊട്ടിത്തെറികൾ പ്രത്യേകിച്ച് പെട്രോ കെമിക്കൽ റിഫൈനറികൾ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. പക്ഷേ അമേരിക്കയുടെ പെട്രോ കെമിക്കൽ മേഖലയിൽ നല്ല രീതിയിലുള്ള പുരോഗതിയുണ്ട്. അവരാണ് ഇപ്പം നമ്പർ 1. അപ്പോൾ അവരാണ് ഇതിന് കാരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇവയെ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദ് ടോക്കാണ് ഹൈലൈറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.